ഹായ് ഗായ്സ് എൻ്റെ പേര് ഹായ് ഗായ്സ് ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങണ്ടെന്നല്ല ഒരു മിനിറ്റ് ഈ വള്ളിയൊക്കെ ഒന്ന് പിടിച്ചത്. ഹായ് ഗായ്സ് എൻ്റെ പേര് ജെഫ്രി. എന്നെ അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജെഫ്രി, ഞാൻ കണ്ണൂരാണ് സ്ഥലം. ഈ യൂട്യൂബേഴ്സിനൊക്കെ സമ്മതിക്കണം എങ്ങനെയാണ് ഇവരൊക്കെ വ്ളോഗ് ചെയ്യുന്നത്. ഒന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ വിടാ. ഈ കേൾക്കുന്ന സൗണ്ട് ചീവീടിൻ്റെ സൗണ്ടാണ്. ഞാൻ എന്തായാലും വീഡിയോ തുടങ്ങാം. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനിപ്പോൾ ഒരു കാട്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. കാട്ടെന്ന് വെച്ചാൽ ഇതാണ് എനിക്കൊരു എന്താ പറയുക വൈബായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ സോറി ഗായ്സ്, ഒരിക്കലും ഞാൻ പറയാം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരിക്കലും എൻ്റെ പ്രമുഖ യൂട്യൂബേഴ്സിനെ വീഡിയോ കാണുന്ന പോലെ എൻ്റെ വീഡിയോ കാണരുത്. പിന്നെ വലിയ വലിയ റൈഡേഴ്സ്മാരുടെ ഈ വീഡിയോ കാണുന്ന പോലെ എൻ്റെ വീഡിയോ കാണരുത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ വീഡിയോ പോലെ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല എൻ്റെ വീഡിയോ. കാരണം ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജെഫ്രി എന്നാണ്. ഞാൻ കണ്ണൂരാണ് സ്ഥലം. അറിയാത്തവരോട് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. ഞാൻ കഴിഞ്ഞ ജാനുവരി ഫെബ്രുവരി സമയത്ത് ഒരു ഓൾ കേരള ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടി വി എസിൻ്റെ ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു 70 cc വണ്ടിയിലായിരുന്നു ഞാൻ ആ ട്രിപ്പ് പോയത്. കേരളം ഫുള്ളായിട്ട് ഞാൻ കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കേരളത്തിൽ എനിക്ക് 18 ദിവസം കൊണ്ട് കാണാൻ പറ്റിയ എല്ലാ ജില്ലകളും കയറി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ഞാൻ പോയ വണ്ടി ഏതാണ്, ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ഫേസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം കുറച്ച് കോലം എൻ്റെ രൂപം മാറ്റമായിരുന്നു. അതായത് ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഈ ക്ലിപ്പൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ടിക്ടോക്ക് ബാൻ ചെയ്തിട്ട് എന്താ പറയുക ഒരുപാട് സങ്കടമായെന്ന് വെച്ചാൽ, ടിക്ടോക്ക് ബാൻ ചെയ്ത് ഇതിനല്ല സങ്കടം, എൻ്റെ വീഡിയോസ് പോയാണ് സങ്കടം. കാരണം വെച്ചാൽ ഞാൻ ഒരു ഓൾ കേരള ട്രിപ്പ് പോയ സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ട്രിപ്പ് പോയ സമയത്ത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും, അതായത് റൈഡ് തുടങ്ങിയപ്പോൾ തൊട്ട് റൈഡ് അവസാനിക്കുന്നതിനുള്ള വീഡിയോ മൊത്തം ടിക്ടോക്കിലാണ് പോസ്റ്റ് ചെയ്തത്. ആ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ ഫോൺ സ്റ്റോറേജ് ഡിലീറ്റ് ആക്കി. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഈ ടിക്ടോക്കിൽ വീഡിയോസ് ഉണ്ടല്ലോ, എനിക്ക് എപ്പോൾ വേണം ഡൗൺലോഡ് ചെയ്യാം, എപ്പോൾ വേണം കാണാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൺ സ്റ്റോറേജ് ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു ടിക്ടോക്കിലുണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ടിക്ടോക്ക് ബാൻ ചെയ്യാനുള്ള നിയമം ഇട്ടപ്പോൾ, ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോസ് മൊത്തം നഷ്ടപ്പെട്ടു. ഇനിയുള്ള എൻ്റെ ട്രാവലിംഗ് വീഡിയോസ്, ബൈക്ക് പരമായിട്ടുള്ള വീഡിയോസ്, പിന്നെ ഫുഡ്, ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഫുഡും അല്ലെങ്കിൽ സാധാരണ ഫുഡ് പരമായിട്ടുള്ള ഈ 3 ട്രാവലിംഗ് ബൈക്ക് ഫുഡ് ഈ 3 ഈ സംഭവവും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഗൈസ്, ഞാനിപ്പോൾ ഒന്നും കൂടി പറയാം, ഒരിക്കലും പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെയും അല്ല വലിയ വലിയ റൈഡേഴ്സ്മാരുടെ യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ എൻ്റെ വീഡിയോ കാണരുത്. നിങ്ങളുടെ ഒരു ചങ്ക് എങ്ങനെയാണോ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാവുക അവസ്ഥ, അതുപോലെ കാണുക പ്ലീസ്. പൊട്ടത്തിരക്കി ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് ഉള്ളൊരു അപേക്ഷ, ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ബ്രോ നിങ്ങൾ ചെയ്തത് ഇങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വള്ളി പിടിച്ചിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറയാം, ബ്രോ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ സൈലൻ്റായി ഇരുന്നിട്ട് ഒരു സെറ്റായിട്ട് വീഡിയോ ചെയ്യുക, അത് കാണാനാണ് രസം. കാട്ടിൽ നിന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി. ഞാൻ അടുത്ത സ്ഥലം വേറെ എവിടെയും കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങളോട് പറയുന്നത്, ഞാൻ ചെയ്യുന്ന പൊട്ടത്തരങ്ങളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല. അത് പൊട്ടത്തരം ഞാൻ വേണമെന്ന് ചെയ്യുന്നതല്ല, വീഡിയോ ചെയ്യുമ്പോൾ അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പോൾ എൻ്റെ പോരായ്മകൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോയുടെ ശൈലി, ഞാൻ സംസാരിക്കുന്ന ശൈലി മാറ്റണമെന്നുണ്ടെങ്കിൽ അതും മാറ്റാം. ഇഷ്ടമായിട്ടില്ലെങ്കിൽ, കൂടുതലാണെങ്കിൽ വെറുപ്പിക്കുന്നതാണെങ്കിൽ പറയാ നിർത്തി പോടാന്ന് പറയാം. പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല, എന്താ പറയുക, പബ്ലിസിറ്റി ചെയ്യില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ എൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഉള്ളത്? ഓക്കെ, ഇനി എന്തായാലും ടിക്ടോക്ക് വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് തോന്നുന്നു. ടിക്ടോക്ക് പോലത്തെ എന്തൊക്കെയോ ആപ്ലിക്കേഷൻ നമ്മളെ നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ടിക്ടോക്കിന് അത്ര വരുന്നില്ല, ചെയ്യാനത്ര ഒരു പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് അതിലൊന്നും വീഡിയോസ് പോസ്റ്റ് ചെയ്യില്ല. ഇനിയുള്ള വീഡിയോ യൂട്യൂബിലായിരിക്കും. ഈ കാണുന്ന ചാനൽ എൻ്റെ ചാനലാണ്. സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു. കാരണം വെച്ചാൽ നമുക്കൊരു സപ്പോർട്ടുള്ളപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വീഡിയോ പോസ്റ്റ് ചെയ്യാനും വീഡിയോ ഇടാനും നമുക്കൊരു മൂഡാവുന്നത്, ഒരു എനർജി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോസ് ഇനി കാണണം എന്നുള്ളവർ
കാണാന്നുള്ളവർ ബാക്ക് അടിച്ച് പോവാം. കാണുന്നുള്ളവർ ബെല്ലൈക്കണമെന്ന് ഈ കാണുന്ന ബെല്ലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിന് അടുത്ത നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടും. പിന്നെ ഒരു കാര്യം, ഒരിക്കലും ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ വന്നതല്ല. ദൈവത്തോർത്ത് അങ്ങനെ വിചാരിക്കരുത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എൻ്റെ അടക്കം തെറ്റുകാരനായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ പൈസ കിട്ടുന്നു. ഒരിക്കലും ഗൈസ് പൈസ കിട്ടാൻ പോകുന്നില്ല. പൈസ കിട്ടാൻ പോകുന്നില്ല, പൈസ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ 4000 അവർ വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ഒരു കൊല്ലത്തിന് മുന്നേ ആയിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. അതായത് നിങ്ങളുടെ വീഡിയോ 4000 മണിക്കൂർ ആൾക്കാർ കണ്ടിരിക്കണം. ഇന്ന് ചീവീട് 4000 മണിക്കൂർ വീഡിയോ കണ്ടിരിക്കണം. 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രം പൈസ കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ സംഭവമുണ്ട്. ആഡ്സെൻസ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവമുണ്ട്. അതൊക്കെ സെറ്റായതിന് ശേഷം മാത്രമാണ് പൈസ കിട്ടുക. നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ഇട്ട് നാളെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാമെന്ന് പോകുന്നില്ല. ഓക്കെ, ആരും അങ്ങനെ വിചാരിക്കരുത്. യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ യൂട്യൂബിൽ വന്നത്. നമ്മുടെ ടിക്ടോക്ക് നിർത്തിയതിനെ കൊണ്ട് ടിക്ടോക്കിൽ എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജും കോളും വന്നു. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ എന്തായാലും ഈ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ആർക്കും എന്നോട് സംസാരിക്കണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കട്ട് ഓഫ് പോസ്റ്റാണ്, പണിയോ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കാം, ജെഫ്രി സാം എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ കുറേ പൊട്ടത്തിലുണ്ടെന്ന് അറിയാം. എന്തെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞെങ്കിൽ സോറി. പിന്നെ എൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ചെയ്യണോ, ഇനി മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യണോ വേണ്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. ഞാനെന്തായാലും വീഡിയോ ചെയ്യും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. കുറേ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈ.